കോഴിക്കോട് പയ്യാനക്കലിൽ മിശ്രവിവാഹിതരായ ദമ്പതികൾക്ക് ഭർത്താവിന്റെ കുടുംബത്തിന്റെ പീഡനം. യുവതി മതം മാറുകയോ യുവാവ് വിവാഹബന്ധം വേർപെടുത്തുകയോ ചെയ്യണം എന്നാണ് ആവശ്യം. കുടുംബസ്വത്തിന്റെ ഓഹരി അമ്മ യുവാവിൽ നിന്നും സ്വന്തം പേരിലാക്കി. വീട്ടിൽ നിന്ന് മോഷണം നടത്തിയെന്നാരോപിച്ച് ദമ്പതികൾക്കെതിരെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മതം മാറണം. ഇൻ കേസ് മതം മാറിയാലും അവന് വേറൊരു കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിൻ്റെ സ്വർണ്ണവും പൈസ എനിക്ക് തരാം, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോട്ടെ അവർക്ക്. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ അതിന് സമ്മതിച്ചില്ലെങ്കിൽ അത് നമുക്ക് 2 പള്ളിക്കാരുടെ ലെറ്റർ മതി, നമുക്കൊരു 3-4 കല്യാണമൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ ആ വീട്ടിൽ അനുഭവിച്ചത് ഇനി ഒരു പെൺകുട്ടി അനുഭവിക്കരുത്. ഒരു ഗ്യാസ് കട്ട് ചെയ്യും, കറണ്ട് കട്ട് ചെയ്യും, വെള്ളം കട്ട് ചെയ്യും. നമ്മൾ ഒരു തരത്തിൽ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഒരു സിസേറിയൻ ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ വന്ന് നിന്നത്. ഞാൻ ഒരു വർഷം വരെ ആരുടെ സഹായം ഇല്ലാണ്ടാണ്. ഈ ഒരു വർഷത്തിനിടയിൽ പലപ്പോഴും എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് നമ്മൾ ട്യൂബ് ഇട്ടിട്ട് ഒരു വലിയൊരു ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, വെള്ളം പോലും ചെല്ലാതെ ഇത് എങ്ങനെ കുട്ടിയുടെ ഉള്ളിൽ ചെല്ലും? അതും കുട്ടി ഒരു വയസ്സായ കുട്ടിയാണ്, അതിന് പല്ല് പോലും ആ സമയത്ത് വന്നിട്ടില്ല. ആ ഗുളിക അതേപോലെ തന്നെയാണ് എൻ്റെ വയറ്റിൽ നിന്ന് എടുത്തത്. ആ സമയത്ത് അമ്മായിയമ്മയെ ഞങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ച്, ഞങ്ങളുടെ വീട്ടിലൊരു അമ്മൂമ്മയുണ്ട്, പ്രായമായ അമ്മയ്ക്ക് മരുന്നൊക്കെ കൊടുക്കുന്നതാണ്. അമ്മൂമ്മയുടെ മരുന്നിൻ്റെ ആ ഒരു സ്ലിപ്പൊന്ന് അയക്കി ഇത് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം തന്നെ എൻ്റെ അമ്മായി പറയുക, അമ്മൂമ്മയുടെ ഗുളികയൊന്നും മോനെടുത്ത് കഴിക്കത്തില്ല എന്ന്. അപ്പോൾ ഇവർക്കത് എങ്ങനെ അറിയാം എൻ്റെ കുട്ടീനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണെന്നും കുട്ടി ഈ ഗുളിക കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ എങ്ങനെ അറിയാം? എല്ലാത്തിനും നമ്മൾ ഒരു തരത്തിലും മനസ്സമാനായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. നമുക്ക് നമ്മുടെ ബെഡ്റൂമിൻ്റെ ചാവി പോലും അവർ പൂട്ടി വെച്ച് നമ്മൾ അത് കയറിയെടുത്തപ്പോൾ ഇപ്പോൾ അവർ കേസ് കൊടുത്തേക്കാണ്. അവരുടെ മകൻ ഗെയിം കളിക്കുന്നത് ഞങ്ങളുടെ ബെഡ്റൂം എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയന് ഗെയിം കളിക്കുന്ന റൂമാക്കി സെറ്റ് ചെയ്ത്. ഞങ്ങൾ റൂം ചോദിച്ചിട്ട് തരാത്തതുകൊണ്ട് ഞങ്ങളിൽ എൻ്റെ ചാവി ഉണ്ടായിരുന്നു, ഞങ്ങൾ തുറന്ന് കയറി അവിടെ താമസിച്ച്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അമ്മയും പുള്ളിക്കാരനും കൊണ്ടുവന്ന് കേസ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് 16,000 രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ടെന്ന് പറയുന്ന ഒരു മോണിറ്ററും ഒരു മൈക്കും ഒരു 4,500 രൂപയാണ്. ഈ മോണിറ്റർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവൻ തന്നെ കൊണ്ടുപോയി വിറ്റിട്ട് ആ മാസത്തെ കറണ്ട് ബില്ലും അന്ന് എനിക്ക് ചെറിയ പൈസ തരാണ്ടായിരുന്നു, ആ പൈസയും തന്നിട്ടുണ്ട്. അവൻ വിറ്റ സാധനമാണ് ഇപ്പം ഞങ്ങളത് മോഷ്ടിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുത്തേക്കുന്നത്. അപ്പം തന്നെ ഞങ്ങൾക്ക് ബെയിൽ പോലും കിട്ടാത്ത വകുപ്പ് ചുമത്തി ഞങ്ങളുടെ പേരിൽ കേസെടുത്ത്. ഇപ്പം നിരന്തരമായിട്ട് ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷമില്ല, ഞങ്ങളുടെ കുട്ടിക്കും ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷമില്ല. അവിടെ ഒരു ചെറിയ കുട്ടിയാണ്, ഒരു വയസ്സുള്ള കുട്ടി എങ്ങനെ ഓടി കളിക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. കുട്ടിക്ക് അവിടെ ഇവിടെ ഓടി കളിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ കളിപ്പാട്ടങ്ങളൊന്ന് എന്തെങ്കിലും അവിടെ നിലത്ത് വീഴുകയോ, അവനെന്തെങ്കിലും ചെറിയ കുട്ടിയാണ്, അവന് പാമ്പേഴ്സില്ലാതിരിക്കുന്ന സമയത്ത് അവിടെ മൂത്രമൊഴിക്കുകയോ ചെയ്താൽ എല്ലാവർക്കും ഭയങ്കര പ്രശ്നങ്ങളാണ് ഇതിൽ. അതേപോലെ അവിടെ ഒരു പൂച്ചനെ വളർത്തിക്കൊണ്ട് ആ പൂച്ച പലപ്പോഴും ഞങ്ങളുടെ കുട്ടീനെ ആക്രമിക്കുന്നുണ്ട്. മാന്തി പറിച്ചിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതെല്ലാമായിട്ട് ഞങ്ങൾ പരാതിയായിട്ട് പോകുമ്പോൾ അവർ പറയുന്നത് അവർ വളർത്തുന്ന പൂച്ചയാണ്, അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ് കുമാർ, ഈ വാർത്തയിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പ്രതികരണങ്ങൾ ആണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. പക്ഷേ ഒരുപാട് വ്യക്തത ഇനിയും കൈവരേണ്ടതുണ്ടല്ലോ. ഇവർ മിശ്രവിവാഹിതരായ ദമ്പതികൾ എന്ന് പറയുമ്പോൾ എത്ര നാളായി ഇവർ വിവാഹിതരായിട്ട്? നിലവിൽ ഇവർ ആരോടൊപ്പമാണ് താമസിക്കുന്നത്? ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവർ നേരിടുന്നത്? അഭിലാഷ്, 2023 ഇവർ വിവാഹിതരാവുന്നത് എന്ന് ഇവർ പറയുന്നു. അതിനു മുമ്പ് കുറച്ച് നാൾ പ്രണയത്തിലായിരുന്നു. കോഴിക്കോട് സ്വദേശിയായ യുവാവാണ്. അയാൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയാണ് ഇയാൾ. ആറ്റിങ്ങൽ സ്വദേശിനിയായ യുവതിയാണ് വിവാഹം കഴിച്ചത്. വിവാഹം കഴിക്കുന്ന ആദ്യ ഘട്ടം മുതൽ തന്നെ കുടുംബത്തിൽ നിന്നും വലിയ എതിർപ്പുകൾ തനിക്ക് നേരിടേണ്ടി വന്നു എന്നാണ് ഈ യുവാവ് പറയുന്നത്. പ്രധാനമായും ഇതര സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇതര മതവിഭാഗത്തിൽപ്പെട്ട കുട്ടിയെ വിവാഹം കഴിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്ന് തൻ്റെ അമ്മ തന്നോട് പലവട്ടം പറഞ്ഞിരുന്നു. അങ്ങനെ ഇവരുടെ എതിർപ്പുകളൊക്കെ അവഗണിച്ചാണ് വിവാഹം നടന്നത്. പിന്നീട് വിവാഹത്തിന് ശേഷം വലിയ രീതിയിലുള്ള പീഡനങ്ങളാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്. യുവാവ് കുറച്ചുനാൾ വിദേശത്ത് ആയിരുന്നു. ആ സമയത്ത് ഈ യുവതി ഈ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു. അന്നും വലിയ പീഡനങ്ങൾ ഭർത്തൃമാതാവിൽ നിന്നും ഏൽക്കേണ്ടി വന്നു എന്നും ഇവർ പറയുന്നു. പിന്നീട് ഈ പല കാര്യങ്ങൾ പറഞ്ഞ് ഈ യുവതിയും ഈ ഭർത്താവും തമ്മിൽ തെറ്റിപ്പിരിയുന്ന ഒരവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങി. രണ്ടുപേരെയും പരസ്പരം കാണാൻ അനുവദിക്കുക അല്ലെങ്കിൽ ഫോൺ ചെയ്യാൻ പോലും അനുവദിക്കാത്ത വിധമുള്ള ഇടപെടലുകൾ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇതിനുശേഷം ഇവർ പരസ്പരം പരാതി നൽകുന്ന അവസ്ഥയിലേക്കൊക്കെ നീങ്ങുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഈ മാതാവ്
ഈ മകനിൽ നിന്നും അയാളുടെ സ്വത്ത് വകകൾ മുഴുവൻ എഴുതി വാങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ സ്വത്തിൽ യാതൊരു അവകാശവുമില്ലാത്ത അവസ്ഥയിലേക്ക് സ്വന്തം ഈ വീട്ടിൽ യുവാവ് മാറുന്നു. ഇതിനുശേഷം പിന്നീട് ഈ 1 വയസ്സുള്ള കുട്ടിയുണ്ട്. കുട്ടിക്ക് ഈ വീടിൻ്റെ അവകാശം, ഈ വീടിൻ്റെ 4% അവകാശം ബന്ധുക്കളും മറ്റുമൊക്കെ ചേർന്ന് ഇടപെടൽ നടത്തിയ ശേഷം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതിനുശേഷമാണ് പിന്നീട് കോടതിയെ സമീപിക്കുകയും ഈ സ്വത്തിൽ കുട്ടിക്ക് അവകാശമുള്ളതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഇവർക്ക് 2 പേർക്കും, യുവതിക്കും യുവാവിനും കുട്ടിക്കും കഴിയാമെന്ന ഒരു ഉത്തരവ് ഇറങ്ങുകയും ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ ഉത്തരവ് നൽകുന്നു. ഇതിനുശേഷം വീട്ടിലെ ഒരു മുറി മാത്രമാണ് അവർക്ക് ഉപയോഗിക്കാനായി ഈ കുടുംബം വിട്ടു നൽകിയത്. അതായത് ആ മുറിക്കകത്ത് നിന്ന് തന്നെ വേണം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഈ 1 വയസ്സുള്ള കുട്ടി പോലും പുറത്ത് മറ്റിടങ്ങളിലേക്ക് ഇറങ്ങരുത് എന്ന നിർദ്ദേശം നൽകി. അല്ലെങ്കിൽ ആ കുട്ടിക്ക് പോലും ഒരു സ്വതന്ത്രമായി വീട്ടിനുള്ളിൽ നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അങ്ങനെയാണ് ഈ അനുജൻ ഇവരുടെ ബെഡ്റൂം അയാളുടെ ഒരു ഗെയിം കളിക്കുന്ന ഒരു സ്ഥലമായി മാറ്റുകയും അത്തരം ഒരു മുറി അടച്ചിട്ടപ്പോൾ ആ മുറി തകർത്ത് മുറിക്കുള്ളിലേക്ക് കടന്നപ്പോൾ ഇവർക്കെതിരെ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസിൽ പരാതി നൽകുകയും ഇപ്പോൾ പോലീസ് അത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരിപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു ഒളിവിൽ കഴിയുന്ന രീതിയിലാണ്. മുൻകൂർ ജാമ്യത്തിനുള്ള നടപടികളും മറ്റുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിൽ ഒറ്റ കാരണം മാത്രമാണ് എന്നാണ് യുവതിയും യുവാവും പറയുന്നത്. അതായത് ഇതര മതത്തിൽപ്പെട്ട ഒരു യുവതിയെ ഇയാളോടൊപ്പം ജീവിക്കാൻ അനുവദിക്കില്ല എന്ന കുടുംബത്തിന്റെ വാശി. ഒന്നുകിൽ യുവാവ് യുവതിയെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഈ യുവതി മതം മാറി തങ്ങളുടെ മതത്തിലേക്ക് എത്തുക എന്നീ ആവശ്യങ്ങളാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും നിരന്തരം പറയുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങേയറ്റം പ്രശ്ന സങ്കീർണമായൊരു അനീഷ്, അതായത് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ഇവർ എവിടെയാണുള്ളത്? ഇപ്പോഴും അതേ വീട്ടിൽ തന്നെയാണോ ഈ ദമ്പതികൾ തുടരുന്നത്? അവരാ വീട്ടിലില്ല. നമ്മൾ ഇന്നലെ അവരെ കാണുമ്പോൾ അവർ കോഴിക്കോട് ബീച്ചിലായിരുന്നു. ബീച്ചിലും പരിസര പ്രദേശങ്ങളുമൊക്കെ ആ സമയം തള്ളി നീക്കും. രാത്രിയിൽ ഒരു ദിവസം രാത്രിയിലും ബീച്ചിൽ തന്നെയാണ് തങ്ങിയതെന്ന് അവർ പറയുന്നു. കാരണം വീട്ടിൽ ചെല്ലാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഈ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ ഈ ഭർത്തൃമാതാവ് വിവരം അറിയിക്കുകയും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന ഒരു ഭീഷണിയുണ്ട്. അതുകൊണ്ട് മുൻകൂർ ജാമ്യ ഹർജി ായി ഇന്ന് കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ്. എന്തായാലും അങ്ങേയറ്റം കൗതുകരമായ വസ്തുതകൾ തന്നെയാണ്. കാരണം അതേ വീട്ടിൽ താമസിക്കുന്ന അതേ വീട്ടിലെ ആൾ തന്നെ ആ വീട്ടിൽ മോഷണം നടത്തി, സ്വന്തം വീട്ടിൽ മോഷണം നടത്തി എന്ന പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുക, ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കുക, അവർ ഒളിവിൽ പോവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നു വന്നിരിക്കുന്നത്. എന്തായാലും കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഇതിലേക്ക് നയിക്കപ്പെട്ടതെങ്കിലും 2 സമുദായത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ 2 മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിച്ച ശേഷം അവരവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അവർ എങ്ങനെ സമാധാനമായി ജീവിക്കും എന്ന ഒരു ചോദ്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. എന്തായാലും നിലവിൽ ഇരുവരും ഈ പോലീസിനെ ഭയന്ന് തന്നെയാണ് നടക്കുന്നത്. കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി സമീപിച്ച ശേഷം വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അഭിലാഷ്, തീർച്ചയായും അനീഷ് സൂചിപ്പിക്കുന്ന പോലെ ഈ കാലഘട്ടത്തിലും മിശ്രവിവാഹിതരായ ദമ്പതികൾക്ക് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടാക്കുന്നു എന്നത് അങ്ങേയറ്റം നാണക്കേട് തന്നെയാണ്. അപ്പോഴും അനീഷ്, ഇതിൽ സാങ്കേതികമായി വശങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അതീവ സങ്കീർണമാണല്ലോ വിഷയം. സാധാരണ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ജനപ്രതിനിധികൾ ഇടപെടുക, അല്ലെങ്കിൽ സമുദായ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഇടപെടുക, അങ്ങനെ ഒരു കോംപ്രമൈസ് എന്നതാണ് പ്രാക്ടിക്കലായി നടക്കുക. എന്തൊക്കെ സാങ്കേതികത്വം മറുഭാഗത്തുണ്ടായെങ്കിൽ പോലും അത്തരം ശ്രമങ്ങൾ ഈ വിഷയത്തിൽ നടന്നിരുന്നു. ഈ മധ്യസ്ഥർ വഴിയുള്ള ചർച്ചകളൊക്കെ പലവട്ടം നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ യുവതിയും യുവാവും തമ്മിൽ ജീവിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങൾ, സൗന്ദര്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്താണ് അമ്മ വളരെ തന്ത്രപൂർവ്വം ഇയാളിൽ നിന്നും സ്വത്ത്, അതായത് വീട്ടിൽ തനിക്കുള്ള വിഹിതം അത് അമ്മയുടെ പേർക്ക് എഴുതി നൽകുന്നു, അതും പണം വാങ്ങി എഴുതി നൽകുന്നു എന്ന രീതിയിലൊരു കരാറൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ യുവാവിന് വീട്ടിലുള്ള അവകാശം പൂർണ്ണമായും നഷ്ടപ്പെടുന്നത്. അതായത് ഈ സ്വത്തിൽ ഒരു അവകാശവുമില്ലാത്ത രീതിയിലേക്ക് യുവാവ് മാറുന്ന ഒരു സാഹചര്യം. രക്തബന്ധം ഉള്ള ആളുകളാണ്, ആ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ആളാണ്, പക്ഷേ അയാൾക്ക് ആ വീട്ടിൽ ഒരു അവകാശവുമില്ല എന്ന രീതിയിലേക്ക്, അത് ഒരു ഇതര സമുദായത്തിൽപ്പെട്ട യുവതിയെ വിവാഹം കഴിച്ചുകൊണ്ട് തന്നെ അങ്ങനെയൊരു അവസ്ഥയിലേക്ക് അയാൾക്ക് എഴുതി ഒപ്പിട്ട് നൽകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പിന്നീടാണ് ഈ 1 വയസ്സ് മാത്രം പ്രായമുള്ള
കുട്ടിക്ക് വീട്ടിൽ ഒരു അവകാശം, ഒരു 4% അവകാശം ലഭിക്കുന്നത്. അത് ഈ മധ്യസ്ഥരടക്കമുള്ള ആളുകൾ, ബന്ധുക്കളും പള്ളിപ്രതിനിധികളും ഒക്കെ ഇടപെട്ടുണ്ടാക്കിയ ഒരു ധാരണയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ആ കുട്ടിക്ക് ഒരു 4% ആ വീട്ടിൽ അവകാശമുള്ളത് കൊണ്ട് മാത്രമാണ് ആ യുവതിക്കും യുവാവിനും ആ കുട്ടിക്കും ആ വീട്ടിൽ തങ്ങാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവർ ആ വീട് വിട്ട് പുറത്തിറങ്ങി പോകേണ്ട ഒരു അവസ്ഥ. ഒപ്പം ഈ പോലീസിൽ നിന്നൊക്കെ ഒരു സുരക്ഷാ ഉത്തരവ് ഉണ്ടെങ്കിൽ പോലും ആ വീട്ടിൽ ഒരു മുറി മാത്രമേ, ഇരുനില വീടാണ്, അതിൽ ഒരു മുറി മാത്രം ഈ കുടുംബത്തിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് യുവാവും യുവതിയും കുട്ടിയും അടങ്ങുന്ന അവരുടെ ചെറിയ കുടുംബം ഒരു മുറിക്കുള്ളിലേക്ക് പരിമിതിപ്പെടേണ്ട അവസ്ഥ. ഒപ്പം ഈ വൈദ്യുതി ബന്ധവും കുടിവെള്ള ബന്ധവും ഒക്കെ പലപ്പോഴും വിച്ഛേദിക്കും. അങ്ങനെ വൈദ്യുതി ഇല്ലാത്ത മുറിയിൽ ഇരിക്കേണ്ടി വരിക, അല്ലെങ്കിൽ പാചകം ചെയ്യാൻ വെള്ളം പോലും ഇല്ലാതെ ഇരിക്കേണ്ടി വരിക, എന്നങ്ങനെ എല്ലാ രീതിയിലുമുള്ള പീഡനങ്ങൾ ഈ കുടുംബത്തിൽ നിന്നും തങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഒരുപാട് സാങ്കേതികതകളും ഒരുപാട് നിയമപ്രശ്നങ്ങളുമൊക്കെ ഇതിൽ ഉണ്ട്. പക്ഷേ അതിനൊക്കെ ഉപരി ഏക പ്രശ്നം ഈ ഇതര മതസ്ഥയായ യുവതിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ഇപ്പോഴും ആ കുടുംബത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഈ ഭർത്തൃമാതാവിന് ഇപ്പോഴും അത് ദഹിക്കുന്നില്ല. അത്തരമൊരു മാറ്റം വേണ്ട. മുസ്ലിം യുവാക്കളൊക്കെയാണ് കൂടുതൽ മറ്റു വിവാഹം കഴിക്കാൻ തടസ്സമില്ല. എത്രയും പെട്ടെന്ന് ഇയാളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തം മതത്തിലേക്ക് ചേരുക എന്ന ഒറ്റ നിർദ്ദേശം മാത്രമാണ് ഇവർ നൽകുന്നതെന്നാണ് ഈ ദമ്പതികൾ പറയുന്നത്. അഭിലാഷ്. യെസ്, തീർച്ചയായും ഇത് കോടതിയുടെ ഭാഗത്ത് നിന്നടക്കം ഈ കുടുംബത്തിൻ്റെ ഭാഗമായി ജീവിക്കാമെന്ന ഉത്തരവുണ്ട് എങ്കിലും സാങ്കേതികമായി ഒട്ടേറെ പ്രശ്നങ്ങൾ കൂടി നേരിടുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഇവർ മിശ്രവിവാഹിതരാണ് എന്നതിൻ്റെ പേരിലാണ് ഈ വീട്ടിൽ നിന്നും ഇത്തരം തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത്. ഒരു പക്ഷേ അവർക്ക് സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ ആ കുടുംബത്തിൽ ഇനിയും സാധ്യമാകുമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം പ്രത്യേകിച്ച് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് പോലീസിനോട് പറയുമ്പോൾ പോലും ഒരു വീടാണ്, സ്വകാര്യതയുള്ള ഇടമാണ്, അവിടെ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഇടപെടുന്നതിനൊക്കെ വലിയ പരിമിതികൾ കൂടിയുള്ള പശ്ചാത്തലമാണ്. ഒപ്പം മോഷണ കേസിന് പരാതിയായി വരുമ്പോൾ അതിന് പോലീസിന് തിരിഞ്ഞു നിൽക്കാനും സാധിക്കാത്ത സാഹചര്യമാണുള്ളത്.